ഇബ്നു ഹൈത്താൻ സദൂസി അദ്ദേഹം ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു. ആ പെണ്ണിനെ കല്യാണം കഴിച്ചപ്പോൾ ആ പെണ്ണ് ഖവാരിജി പ്രസ്ഥാനത്തിൽപ്പെട്ട പെണ്ണാ. അന്നത്തെ ബിദായി പ്രസ്ഥാനം ഖവാരിജ്. അപ്പോൾ എന്തിനാണ് അതിനെ കല്യാണം കഴിക്കുന്നത്? അത് പാടില്ലല്ലോ, ഇസ്ലാമിൽ നമുക്ക് വളരെ സുന്നത്ത് ജമാഅത്തിന്റെ നിലപാടിന് എതിരല്ലേ എന്ന് ചോദിച്ചു. അതേ പറഞ്ഞു, ഞാനതിനെ കല്യാണം കഴിച്ചിട്ട് ഞാൻ ഉപദേശിച്ചിട്ട് സുന്നത്ത് ജമാഅത്തിന് തിരിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞു. എന്താ സംഭവിച്ച ലാസ്റ്റ് പറയുന്നു, താരിഖിൽ പറയുന്നു, അത് അദ്ദേഹം പറഞ്ഞു, അതസവ്വജു ഖാരിജിയത്തൻ സഅറുദ്ദുഹ, ഞാൻ അവളെ യഥാർത്ഥ സുന്നത്ത് ജമാഅത്ത് തിരിച്ചു കൊണ്ടുവരും. പക്ഷേ ഉണ്ടായത് ഫസറഫതുഹു ഇലാ മദ്ഹബിഹ, ആ പെണ്ണ് മഹാനായ താബിഈങ്ങളിൽപ്പെട്ട ഈ പ്രമുഖനെ അവളുടെ ഖവാരിജി പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചങ്ങോട്ട് കൊണ്ടുപോയി എന്ന് താരീഖ് രേഖപ്പെടുത്തുന്നു. പ്രശ്നം ഗൗരവതര. ഞാൻ സൂചിപ്പിച്ചത് മാത്രമാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിൽ നമ്മുടെ ആളുകൾ ഉറപ്പിച്ചു നിർത്താൻ സമസ്ത കേരള ജംഇയ്യത്തും എടുത്ത തീരുമാനങ്ങളും നയനിലപാടുകളും അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണ്ടേ? ഇതൊക്കെ നമ്മൾ പറഞ്ഞാലും ഇതൊക്കെ മറച്ചു വെച്ചിട്ട് പറയും, എന്നാലും അവർ ലീഗ് വിരുദ്ധരാണ്, അവർ പാണക്കാർ. ഇതിനെന്താ തെളിവൊന്നുമില്ല. പിന്നെ പറയൂ, ഒരു കളവ് 100 വട്ടം പറഞ്ഞാൽ അത് സത്യമാകുമെന്നൊരു പ്രമാണമുണ്ട് പൂർവ്വകാലത്ത്, നമ്മുടെ ബീബിൾസിന്റെ കാലഘട്ടത്തിൽ. അതാണ് പയറ്റിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട പൊന്നനുജന്മാർ, ജ്യേഷ്ഠ സഹോദരന്മാർ, പ്രത്യേകിച്ച് ഉമറാക്കൾ അതീവ ജാഗ്രത പാലിക്കണം. നമ്മുടെ ദീൻ 130-100 കൊല്ലമായിട്ട് കാര്യമായ പരിക്കില്ലാതെ സുന്നത്യമായതനുസരിച്ച് ജീവിച്ച് നമ്മുടെ മൗലൂദും റാത്തീബും ഹദ്ദാദും കുതുബിയത്തും നമ്മുടെ എല്ലാ ദിക്റുകളും വിറുതുകളൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്ന മഹല്ലുകളെ ആൾക്കാരൊക്കെ കെലിമ ചൊല്ലി മരിച്ചു പോകണം നമ്മൾ കാണുന്നുണ്ട്. നല്ല മനുഷ്യന്മാരാ, ഈമാന്റെ തെളിച്ചങ്ങനെ മുഖത്തുണ്ട്. അത് മാറ്റി ബിദ്അത്തിലേക്ക് അടുപ്പിക്കാനുള്ള ഈ നിഗൂഢമായ ചില ആളുകളുടെ ശ്രമത്തിൽ നമ്മുടെ ആളുകൾ അറിയാതെ ഭാഗവാക്കായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ ഓരോ മഹല്ലുകളും ജാഗ്രത പാലിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ നിലപാടുകളും സമസ്തയുടെ തീരുമാനങ്ങളും അത് അതേപടി നിലനിർത്തുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കണമെന്ന് മാത്രം ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട്, ഇതിനെതിരെ ഇതല്ലാതെ സമസ്തയുടെ നയ നിലപാടുകളെയും തീരുമാനങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ട് ബിദ്അത്തിലേക്ക് ആളുകളെ കൂട്ടിക്കൊടുക്കാൻ ശ്രമങ്ങളുമായി ഇനിയും മുന്നോട്ട് പോകാനാണ് നീക്കമെങ്കിൽ എന്ത് വില കൊടുത്തും സുന്നത്ത് ജമാഅത്തിന്റെ മക്കളത് ചെറുത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ.